ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ്. അപ്പോൾ എങ്ങനെയാണ് എരിവില്ലാതെ മുളക് ബജി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ധൈര്യപ്പെട്ട് കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 മുളക് ഇവിടെ ഒരു കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നടുവേ കീറിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് പോർഷൻ കാണാൻ പറ്റും. അത് നമുക്കൊരു കത്തി വെച്ചിട്ട് ചെത്തി കളയാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കുരുവൊക്കെ കളയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ പോയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 10 മിനിറ്റ് നേരം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. നമുക്കെല്ലാവരും ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പച്ചവെള്ളമാണ് എടുത്തേക്കണത്. ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കട്ടകളൊക്കെ ഇല്ലാണ്ട് അടിഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതായത് നമ്മൾ മുളക് 3 വിധത്തിൽ വേണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുളക് എടുത്തിട്ട് ഈ ബാറ്ററിലോട്ട് മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാവരും ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. ഭയങ്കര വേഗമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇതൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. പിന്നെ കോരി മാറ്റിയതിന് ശേഷം പുറത്തിരുന്നിട്ട് കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളർ വരും. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.